إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സമാദരണീയരായ സഹോദരി സഹോദരന്മാരെ, സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ, പരമകാരുണ്യകനായ പടച്ച റബ്ബിൻ്റെ പരിശുദ്ധ ദീനീ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും ധർമ്മനിഷ്ഠയോടെ പാലിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹീതമായ ആയുസ്സിനെ സൽക്കർമ്മനിരതമായി ഉപയോഗപ്പെടുത്തുന്ന മുത്തഖീങ്ങളായ മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടുക അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസി സമൂഹം പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധ റമളാനിലേക്ക് പ്രവേശിക്കാനിരിക്കുകയാണ്. വിശ്വാസികളുടെ മുസ്ലിമീങ്ങളുടെ വസന്ത കാലയളവാണ് റമളാൻ എന്ന് നമുക്കറിയാം. വിശുദ്ധ റമളാൻ എന്ന അതിഥി 11 മാസത്തിന് ശേഷം 30ഓളം ദിനങ്ങളുമായി നമ്മിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ അങ്ങേയറ്റത്തെ ആത്മീയ ആതിഥേയ മര്യാദയോടെ വൈജ്ഞാനിക ബോധത്തോടെ സ്വീകരിക്കുകയും വിശുദ്ധ റമളാനിൻ്റെ അനുഗ്രഹീതമായ രാപ്പകലുകൾ പരമാവധി ഉപയോഗപ്പെടുത്തുകയും ശേഷം വരുന്ന 11 മാസങ്ങളിലേക്ക് വേണ്ട ധർമ്മനിഷ്ഠയുടെ പാഥേയം സംഭരിക്കുകയും ചെയ്യുക എന്ന വലിയ ഭക്തിയുടെ ഭാരിച്ച ഉത്തരവാദിത്തമാണ് ഈ സമയത്ത് നമുക്ക് നിർവഹിക്കാനുള്ളതും ആസൂത്രണം നടത്താനുമുള്ളത്. വിശുദ്ധ റമളാൻ ധാരാളം കാരുണ്യങ്ങളാൽ അനുഗ്രഹങ്ങളാൽ ധന്യമാക്കപ്പെട്ട മാസമാണ്. നിരവധി സംഭവങ്ങൾ വിശുദ്ധ റമളാനിൽ നടന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിശ്വമാനവികതയിലേക്കും വിശുദ്ധിയിലേക്കും വിമോചനത്തിലേക്കും മനുഷ്യരാശിയെ നയിക്കുന്ന വേദഗ്രന്ഥങ്ങളുടെ അവസാനത്തെ പതിപ്പായ വിശുദ്ധ ഖുർആനിൻ്റെ അവതരണം നടന്നു എന്നതാണ്. 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 185-ാമത്തെ ആയത്തിൽ ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, വിശുദ്ധ റമളാൻ മാസത്തിലാകുന്നു വിശുദ്ധ ഖുർആനിൻ്റെ അവതരണം ഉണ്ടായത്. അൽ ഫുർഖാൻ, സത്യാസത്യ ധർമാധർമ്മ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. സത്യത്തെയും അസത്യത്തെയും
ധർമ്മത്തെയും അധർമ്മത്തെയും, നീതിയെയും അനീതിയെയും, ന്യായത്തെയും അന്യായത്തെയും, സദാചാരത്തെയും ദുരാചാരത്തെയും, തൗഹീദിനെയും ഷിർക്കിനെയും ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വളരെ വ്യക്തമായി മനുഷ്യന് ദിശാബോധം നൽകുന്ന ഖുർആൻ, ആ ഖുർആനിൻ്റെ അവതരണം നടന്ന മാസം, ആ അവതരണം നടന്ന രാവ് നിർണയത്തിൻ്റെ രാവാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ അവതരിപ്പിച്ചത് നിർണയത്തിൻ്റെ രാവിലാണ്. ആ രാവ് ഉൾക്കൊള്ളുന്നത് വിശുദ്ധ റമളാനിലാണ്. അപ്പോൾ ഖുർആനിൻ്റെ അവതരണവും ആ അവതരണം നടന്ന രാവും വിശുദ്ധ റമളാനിലാകുമ്പോൾ ആ മാസം എത്രമേൽ ഹൃദ്യമാണ്, എത്രമേൽ അനുഗ്രഹീതമാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, വിശ്വാസി സമൂഹമേ, നിങ്ങൾക്കിതാ അതാക്കും റമളാൻ, റമളാൻ വന്നെത്തിയിരിക്കുകയാണ്. അത് ഷഹ്റുൻ മുബാറക്, അത് അനുഗ്രഹീതമായ വിവിധ നിഅമത്തുകൾ ഉള്ളടക്കം ചെയ്യപ്പെട്ട മാസമാണ്. അതിനെ വേണ്ട വിധത്തിൽ നിങ്ങൾ ഉപയോഗപ്പെടുത്തണേ എന്ന നിലക്കാണ് പ്രവാചകൻ ആ മാസവുമായി ബന്ധപ്പെട്ട ഉപദേശ നിർദ്ദേശ വസിയ്യത്തുകൾ നൽകിയിട്ടുള്ളത്. റമളാനിലാണ് ബദർ നടന്നത്. അതേപോലെ റമളാനിലാണ് മക്ക വിജയം നടന്നത്. വിശുദ്ധ റമളാൻ വ്യത്യസ്ത സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മാസം കൂടിയാണ്. മനുഷ്യ ജീവിതത്തിൽ അന്യം നിന്നു പോകുന്ന സ്വഭാവത്തെയും സംസ്കാരത്തെയും വീണ്ടെടുപ്പിന് വിധേയമാക്കുന്ന അനുഭവങ്ങൾ കൊണ്ട് സമ്പന്നമാകുന്ന മാസമാണ്. ഷഹ്റു സുബ്ർ, ക്ഷമയുടെ മാസം. ഷഹ്റുൽ മുവാസാത്ത്, സഹാനുഭൂതിയുടെ മാസമാണ്. ഷഹ്റുൽ മഗ്ഫിറ, പാപമോചനത്തിൻ്റെയും, ഷഹ്റു റഹ്മ, കാരുണ്യത്തിൻ്റെയും മാസമാണിത്. തുഫ്തഹു അബ്വാബുൽ ജന്ന, സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുന്ന, വതുഗ്ലഖു അബ്വാബുൽ ജഹീം, നരക കവാടങ്ങൾ അടക്കപ്പെടുന്ന, വസുഫിദത്തി ശയാത്തീൻ, പിശാചുക്കൾ, തിന്മയിലേക്ക് പ്രേരണ നൽകുന്ന പിശാചുക്കൾ ബന്ധിക്കപ്പെടുന്ന, വാനലോകത്ത് നിന്ന് പടച്ച റബ്ബിന്റെ നിർദ്ദേശമനുസരിച്ച് മാലാകമാരുടെ മലക്കുകളുടെ വ്യത്യസ്തമായ വിളിയാളങ്ങൾ കൊണ്ട് അനുഗ്രഹീതമാകുന്ന മാസം. യാ ബാഗിയൽ ഖൈർ, നന്മ ഉദ്ദേശിക്കുന്നവനെ, നന്മയോടടുക്കാൻ ആഗ്രഹിക്കുന്നവനെ, അഖ്ബിൽ, നീ മത്സരിച്ച് മുന്നോട്ട് വാ. വയാ ബാഗിയ ശർ, തിന്മയുമായി, അധർമ്മങ്ങളുമായി, തെറ്റുകുറ്റങ്ങളുമായി, സ്വഭാവ വൈകൃതങ്ങളുമായി അങ്ങനെ നടന്ന് ഇരുളുകളിലൂടെ മുന്നോട്ട് നീങ്ങുന്നവനെ, നീങ്ങുന്നവളെ, അഖ്സിർ, നീ അതൊക്കെ ചുരുക്കി അതുവഴി അംസിക്, അതെല്ലാം അവസാനിപ്പിച്ച് സൽക്കർമ്മത്തിന്റെ നന്മയുടെ പാതയിലേക്ക്, സ്വർഗത്തോളം വിശാലമാകുന്ന, ആകാശങ്ങളെക്കാളും ഭൂമിയേക്കാളും വിശാലമായ സ്വർഗം മനസ്സിരുത്തിക്കൊണ്ട് നന്മയിലേക്ക് നീ കടന്നുവാ എന്ന വിളിയാളം മലക്കുകൾ വാനലോകത്ത് നിന്ന് വിളംബരം ചെയ്യുമെന്നാണ് ഈ മാസത്തിന്റെ പ്രത്യേകതയാണ്. അപ്പോൾ വർഷത്തിലൊരിക്കൽ നമ്മിലേക്ക് വിവിധ വിഭവങ്ങളുമായി കടന്നു വരുന്ന റമളാൻ എന്ന അതിഥിയെ, അതിനെ സ്വീകരിക്കാൻ, എല്ലാ അർത്ഥത്തിലും അതിനു വേണ്ടി ഒരുങ്ങാൻ, അതിനെ കണ്ടുമുട്ടി അതുവരെ ചെയ്ത സർവ്വ പാപങ്ങളും പൊറുപ്പിക്കാൻ പാകത്തിലുള്ള ജീവിത രീതിയിലേക്ക് മാറി സഞ്ചരിക്കുവാനുള്ള സന്മനസ്, അതിനുള്ള ആസൂത്രണ വൈഭവം നമ്മൾ കാണിക്കേണ്ടതുണ്ട്. പുതിയ കാലം ഒരു റമളാനിനെ കാത്തിരിക്കുന്നത് പോലെയാണ്. കാരണം അത്രമേൽ അധാർമികവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സാമൂഹിക സാഹചര്യങ്ങൾ, കുടുംബരംഗങ്ങൾ, നമ്മുടെ വീടകങ്ങൾ, അതേപോലെ തന്നെ നമ്മൾ യാത്ര പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ, ജീവിതത്തിലെ വിവിധ അനുഭവങ്ങൾ, സൗഹൃദങ്ങൾ, മനുഷ്യന്റെ മനസ്സ് എത്രമേൽ മലിനമാകുന്നു എന്നതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ ഒരൊറ്റ ദിനത്തിൽ തന്നെ 1000 അനുഭവങ്ങളും ഉദാഹരണങ്ങളും ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉത്തമ സമൂഹമായി പരിവർത്തിക്കപ്പെടേണ്ട ഖൈറു ഉമ്മ എന്ന വിശേഷണം വിശുദ്ധ റമളാനിൽ അവതരിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിലൂടെ നൽകപ്പെട്ട ഈ ഉമ്മത്ത് പോലും ഇരുട്ടിലൂടെ തപ്പിത്തടഞ്ഞ് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അസമാധാനവും അക്രമവും അന്യായവും പലപ്പോഴും മനുഷ്യ സഹജമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പരിഹാരത്തിന് കാതോർക്കുകയാണ്. വേഴാമ്പൽ ദാഹജലത്തിന് കാത്തിരിക്കുന്നത് പോലെ ഊശ്വരമായ മരുഭൂമിയിലേക്ക് പെയ്യുന്ന മഴക്കാണ് റമദ് എന്ന് പറയുക എങ്കിൽ മനുഷ്യന്റെ മനസ്സ് ഊശ്വരമാകാൻ തുടങ്ങിയിട്ട് 10-11 മാസമായി. റമളാൻ ഒരു വിളിപ്പാടകലെ നിൽക്കുമ്പോൾ പോലും ഈ ഉമ്മത്തിന്റെ ഒരുക്കം എത്രമേലാകുന്നു എന്നത് ആശങ്കപ്പെടുത്തുന്ന അനർത്ഥങ്ങൾ, സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കാസർഗോഡ് ജില്ലയിൽ മഞ്ചേശ്വരത്ത് പ്രായപൂർത്തിയെത്തിയ വിവാഹപ്രായത്തോടടുക്കുന്ന സ്വന്തം മകളെയാണ് പിതാവ് വകവരുത്തിയ വാർത്ത പോയ ആഴ്ചകളിലല്ലേ, ദിനങ്ങളിലല്ലേ നമ്മൾ വായിച്ചത്. ദാമ്പത്യ പ്രശ്നം പരിഹരിക്കാൻ വന്ന ബന്ധുവിനെ വെട്ടുന്നതിനിടക്ക് മകൾ വന്ന് പിടിക്കുകയോ ആ വെട്ടി ഏറ്റുവാങ്ങുകയോ, അവസാനം മകൾ മരിക്കുന്നു, പിന്നീട് ആ ബന്ധു മരണപ്പെട്ട വാർത്ത നമ്മൾ വായിച്ചില്ലേ.
വിശുദ്ധ ഖുർആനിലേക്ക്, റമദാനിൽ അവതരിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിലേക്കുള്ള ഒരു മടക്കം. റമദാൻ വിശ്വാസി സമൂഹത്തോട് ആവശ്യപ്പെടുന്നതും അതാണ്. ഖുർആൻ അവതരിക്കപ്പെട്ട ഈ മാസത്തിൽ മുസ്ലിം ഉമ്മത്തെ നിങ്ങൾക്ക് ഖുർആനിന്റെ ജീവിക്കുന്ന പതിപ്പുകളായി മാറുവാനുള്ള മനസ്സ്, അതിനുള്ള സന്നദ്ധത, അതിനുള്ള സന്മനസ് നിങ്ങൾ നിങ്ങളുടെ മനസ്സുകളിലും നിങ്ങളുടെ ദാമ്പത്യങ്ങളിലും നിങ്ങളുടെ കുടുംബ ജീവിതത്തിലും നിങ്ങളുടെ ഇടപഴകലുകളിലും നിങ്ങളുടെ ഇടപാടുകളിലും ഉണ്ടാക്കി തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്ന ഖുർആനിന്റെ വിഭിന്ന ഉത്തരങ്ങൾക്ക് ആത്മീയതയുടെ അന്തസ് കൊണ്ട് ഉത്തരം പറയാൻ അടുക്കും ചിട്ടയും നിയന്ത്രണവുമുള്ള ഒരു ജീവിതത്തിലേക്കാണ് റമദാനിൽ നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. അല്ലേ? എല്ലാ അലകും പിടിയും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. റബ്ബേ, റമദാൻ ഇങ്ങ് വരട്ടെ എന്നതാണ്. അതിനു മുമ്പ് വന്നതൊന്നും ഉപയോഗപ്പെടുത്തി ഉറ്റാലോചിച്ച് നന്മയിലേക്ക് തിരിഞ്ഞു നടക്കാനുള്ള സന്മനസ് നമ്മൾ കാണിക്കുന്നില്ല. ഇസ്ലാമിന്റെ വ്യത്യസ്തതയും ഇസ്ലാമിന്റെ പ്രകൃതിപരതയും ഇസ്ലാമിക ജീവിതത്തിന്റെ വ്യവസ്ഥാപിതത്വവും മനുഷ്യനെ എല്ലായ്പ്പോഴും തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ പാകത്തിലാണ്. മണിക്കൂറുകൾക്കിടക്ക് മലിനമാകാൻ സാധ്യതയുള്ള മനുഷ്യ മനസ്സിന് മണിക്കൂറുകൾക്കിടക്ക് നിർവഹിക്കപ്പെടുന്ന ജമാഅത്ത് നമസ്കാരങ്ങൾ കൊണ്ട് സംസ്കരിക്കപ്പെടും. ദിവസങ്ങൾക്കിടക്ക് കടന്നു വരുന്ന ജുമഅ മതി നമ്മെ പിടിച്ചു നിർത്താനും ഉത്ബുദ്ധരാക്കി തീർക്കുവാനും. പക്ഷേ ഇനിയും അള്ളാഹു നമ്മോട് കാരുണ്യമുള്ളവനാണ്. മാസങ്ങൾക്കിടക്ക് വിശുദ്ധ റമദാൻ നമ്മിലേക്ക് സമാഗതമാക്കി തീർക്കുകയാണ്. അതേപോലെ ആയുഷ്കാലത്തിനിടക്ക് പിറന്നു വീണ കുഞ്ഞിന്റെ മാനസികാവസ്ഥയിലേക്ക് മടങ്ങാൻ, ആദിമ വിശുദ്ധിയിലേക്ക് മടങ്ങാൻ, ആത്മസംസ്കരണത്തിന്റെ അന്യധര സാധാരണ സൗഭാഗ്യം നേടിയെടുക്കാൻ പരിശുദ്ധ ഹജ്ജ് കർമ്മം കൂടി നിർവഹിക്കുക. സക്കാത്തും സദഖയിലൂടെയും സാമൂഹിക സമത്വ സാഹോദര്യം സംജാതമാക്കുന്ന സമ്മാനമായി സാമ്പത്തിക ഇടപാടുകളെ വിശ്വാസി സമൂഹം കൈകാര്യം ചെയ്യുക. അനുഷ്ഠാന മുറകളിൽ 4 കാര്യങ്ങളും നിർവഹിക്കുമ്പോൾ അതിൻ്റെ എല്ലാം മൗലിക ഭാഗം ഷഹാദത്തുമായി തീരുമ്പോൾ ആത്മീയ ജീവിതം, ഇസ്ലാമിക ജീവിതം എത്രമേൽ ഭക്തിയുള്ളതാകും, എത്രമേൽ ഭംഗിയുള്ളതാകും, എത്രമേൽ ഭദ്രതയുള്ളതായി തീരും. പക്ഷെ അതാകുന്നില്ലല്ലോ. അതിൻ്റെ കാരണം എന്താണ്? പ്രാക്ടിക്കലായി തീരുന്നില്ല, പ്രയോഗവൽക്കരിക്കുന്നില്ല എന്നാണ്. ഉമർ ഫാറൂഖി എന്ന് പറയുന്ന മനുഷ്യനാണ് സ്വന്തം മകൾ ഫാത്തിമ ജുമൈലയെ കൊന്നുകളഞ്ഞത്. ഇസ്ലാമിക ലോകത്തിന്റെ 2ാം ഖലീഫയുടെ പേരാണ് ഫാറൂഖ് എന്ന് പറഞ്ഞാൽ. അന്യായവും ന്യായവും ധർമ്മവും അധർമ്മവും ധാർമ്മികതയും അധാർമികതയും ഒക്കെ വേർതിരിച്ച് ധർമ്മത്തിന്റെ, നന്മയുടെ, സദാചാരത്തിന്റെ, സമാധാനത്തിന്റെ സൽപാന്താവിലൂടെ സഞ്ചരിക്കാനുള്ള സന്മാർഗത്തിൽ വന്നണഞ്ഞവൻ, അതാണ് ഫാറൂഖ് എന്ന് പറഞ്ഞാൽ. പക്ഷെ ആ മനുഷ്യൻ ചെയ്തു കൂട്ടിയതെന്താ? 25-ാം അധ്യായം സൂറത്തുൽ ഫുർഖാൻ 74-ാമത്തെ ആയത്തിൽ വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയുൻ, ഇതാർക്കുള്ളതാണ്? 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിൽ വആശിറൂഹുന്ന ബിൽ മഅറൂഫ്, സ്വന്തം പ്രിയതമയോട്, ഇണയോട്, ഭാര്യയോട്, സഹധർമ്മിണിയോട് മാന്യമായി പെരുമാറി കടമകളും കടപ്പാടുകളും പൂർത്തീകരിക്കണേ. ഇതാരോടുള്ള വിധിവിലക്കുകളാണ്? കുൻതും ഖൈറ ഉമ്മ, ജനങ്ങൾക്ക് വേണ്ടി പുറത്തു കൊണ്ടുവരപ്പെട്ട ഉമ്മത്താണ് നിങ്ങൾ എന്ന സർട്ടിഫിക്കേഷൻ ആർക്കാണ് നൽകപ്പെട്ടിട്ടുള്ളത്? സഹോദരന്മാരെ, സഹോദരികളെ. പക്ഷെ ഇതെടുക്കാനും ഏറ്റെടുക്കാനും പ്രാവർത്തികമാക്കാനും സാധിക്കുന്നില്ല. 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലാണ് സാമ്പത്തിക ഇടപാടിനെ കുറിച്ചുള്ള ആയത്തുള്ളത്. 6000-ൽ പരം ആയത്തുകൾ, 114 അധ്യായങ്ങൾ, 30 ജുസ്. പ്രവാചകന്റെ മക്ക മദീന ജീവിതത്തിനിടക്ക് അവതരിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൽ 6000-ൽ പരം ആയത്തുകളെങ്കിൽ ഏറ്റവും വലിയ ആയത്ത് സാമ്പത്തിക ഇടപാടിനെ കുറിച്ചാണ്. ഈ ഉമ്മത്ത് മറന്നു, സൗഹൃദങ്ങളിൽ മറന്നു, കച്ചവടങ്ങളിലും ബിസിനസ്സിലും മറന്നു. പാവപ്പെട്ട മനുഷ്യൻ, കുടുംബനാഥൻ, ഗ്രഹനാഥൻ, ചെറുപ്പക്കാരൻ അങ്ങ് ഇരുട്ടിയിൽ നിന്ന് സജീർ വാഹനമെടുത്ത് കുടുംബവുമായി ചുരം കയറിയത് ടൂറ് പോകുന്നതിന് വേണ്ടിയല്ല. തന്നെ പറ്റിച്ചു എന്ന് തോന്നിയോ, സാമ്പത്തിക ഇടപാടിൽ വീഴ്ച വരുത്തി, ഭാരം കടന്നു വരുന്നു, അസ്വസ്ഥമായി തീരുന്നു, 2 മക്കളെയും ഭാര്യയെയും കാറിലിരുത്തി പെട്രോൾ ഒഴിച്ച് തീ കൊടുത്ത് അവസാനം ബിതൗഫീഖില്ല, അള്ളാന്റെ തൗഫീഖ് കൊണ്ട് മക്കളും ഭാര്യയും രക്ഷപ്പെടുകയും എന്നാൽ സജീർ നിന്ന് കത്തുകയും ആത്മാഹുതി ചെയ്യുകയും ഈ ലോകത്തോട് വിട പറയുകയും ചെയ്തത് വിശുദ്ധ റമദാൻ പടിവാതിക്കൽ ഒരു വിളിപ്പാട് അകലെ എത്തി നിൽക്കുന്ന സമയത്താണ്. എത്രമേൽ കാലുഷ്യമാണ്! എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? വലിയ ഒരായത്ത് ഇടപാടിനെ കുറിച്ച് കൃത്യമായ ഉത്ഖനമുള്ള ഉത്ബോധനം നൽകിയിട്ടും ഈ ഉമ്മത്ത് അതിലേക്ക് തിരിഞ്ഞു നടക്കുന്നില്ല. 81-ാം അധ്യായം സൂറത്തു തക്വീർ, എവിടേക്കാ നിങ്ങൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്? ഇടപാടുകളിൽ, സദാചാരത്തിൽ, വൈവാഹിക രംഗങ്ങളിൽ, വിശ്വാസ മേഖലകളിൽ, യാത്രകളിൽ, കുടുംബകങ്ങളിൽ, രഹസ്യ ജീവിതത്തിൽ, പരസ്യ ജീവിതത്തിൽ, വിദേശത്ത്, സ്വദേശത്ത്,
പരിസരത്ത്, അടുക്കളയിൽ, അങ്ങാടിയിൽ, സാമൂഹിക ഇടങ്ങളിൽ, സാമൂഹ്യ മാധ്യമങ്ങളിൽ ഫഅയ്ന തദ്ഹബൂൻ, ലക്കും ലഗാനുമില്ലാതെ, വിധിവിലക്കുകൾ മാനിക്കാതെ പാലിക്കാതെ, ആത്മീയതയുടെ അതിർവരമ്പുകൾ അംഗീകരിക്കാതെ അനുധാവനം ചെയ്യാതെ ഫഅയ്ന തദ്ഹബൂൻ, എവിടേക്കാ നിങ്ങൾ ഈ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്? ഇൻ ഹുവ ഇല്ലാ ദിക്റുൽ ലിൽ ആലമീൻ, സർവ്വലോക പരിപാലകനായ പടച്ച റബ്ബിന്റെ ഉത്ബോധനമാണിത് ഈ ഖുർആൻ. ലിമൻ ശാ മിൻകും മൻ യസ്തഖീം, നേരെ ചൊവ്വേ മാന്യമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള എല്ലാ വകുപ്പും ഈ ഗ്രന്ഥത്തിൽ അല്ലാഹ് നൽകിയിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ റമദാൻ സമാഗതമായപ്പോൾ ഉത്ബോധനവും ഖുതുബയും ഒക്കെ കേട്ടു, സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റുകളൊക്കെ കണ്ടു, കണ്ണഞ്ചിപ്പിക്കുന്ന പോസ്റ്റുകളൊക്കെ ഏറ്റെടുത്ത് ഫോർവേഡ് ചെയ്തു. പക്ഷേ ആ റമദാനിൽ അടച്ചു വെച്ച ഗ്രന്ഥം, ആ റമദാനിൽ തുടങ്ങി അവിടം കൊണ്ട് ഒടുങ്ങിയ കർമ്മങ്ങൾ പിന്നീട് ബാക്കി പത്രം എന്ത് എന്ന് ചോദിച്ചാൽ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഈ ഉമ്മത്തും ആ ഉമ്മത്തിലെ അംഗങ്ങളും ഭാര്യാഭർത്തൃ ജീവിതങ്ങളും മക്കളും മാതാപിതാക്കളും ഒക്കെ ഭൗതിക ആലസ്യത്തിൽ മതിമറന്ന് ജീവിച്ചപ്പോൾ പല വിനാശങ്ങളും പല പ്രയാസങ്ങളും നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്കൊക്കെ കടന്നു വരാൻ തുടങ്ങി. എങ്കിൽ പ്രതീക്ഷ പരിശുദ്ധ റമദാനിലാണ്. അല്ലേ? ഒരടുക്കും ചിട്ടയുമുള്ള തിരിച്ചുപോക്ക് വിശുദ്ധ റമദാനിൽ നമ്മൾ ആഗ്രഹിക്കുകയാണ്. അതിന് പടച്ച റബ്ബിലേക്ക് നമ്മൾ അടുക്കണം. അള്ളാഹുവിലേക്ക് അടുക്കണമെങ്കിൽ തഖ്വയുണ്ടാകണം. തഖ്വ നേടിയെടുക്കണമെങ്കിൽ അനുഷ്ഠാനം ആചരിക്കണം. നമസ്കാരത്തിലൂടെ തഖ്വ ലഭിക്കുന്നില്ല എങ്കിൽ, ജുമഅയിലൂടെ ലഭിക്കുന്നില്ല എങ്കിൽ, അതേപോലെ തന്നെ ഇതര അനുഷ്ഠാന മുറകളിലൂടെ തഖ്വയുടെ അനുഭവം നേടിയെടുക്കാൻ പലപ്പോഴും പാകപ്പിഴവ് കൊണ്ട് സാധിക്കുന്നില്ല എങ്കിൽ, വിശ്വാസിയും പടച്ച റബ്ബും മാത്രമുള്ള ആത്മബന്ധത്തിന്റെ അതിമനോഹര നിമിഷങ്ങളാക്കി തീർക്കുന്ന നമ്മുടെ ഏതൊക്കെ ഇഷ്ടങ്ങൾ നഷ്ടപ്പെട്ടാലും അള്ളാഹു എന്ന ഇഷ്ടം നഷ്ടപ്പെടാത്തതിന് വേണ്ടി പകൽ സമയത്ത് പാടെ വിലക്കിയതൊക്കെ അതിൽ നിന്ന് മനസ്സാവാച കർമ്മണ മാറി നിൽക്കുന്ന മനോഹരമായ നിമിഷം, അതാണ് വ്രതാനുഷ്ഠാനത്തിന്റെ പകൽ എന്ന് പറയുന്നത്. ലഅല്ലക്കും തത്തഖൂൻ, 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 183-ാമത്തെ ആയത്തിൽ നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായേക്കാം എന്നാണ്. ധർമ്മനിഷ്ഠയുടെ കുറവാണ് ഈ ഉമ്മത്ത് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസം. സമ്പത്തിന്റെ കുറവല്ല, സൗകര്യങ്ങളുടെ കുറവല്ല, യാത്രാ സൗകര്യങ്ങളുടെ കുറവല്ല, അക്കോമഡേഷൻ വീടുകളുടെ കുറവല്ല, താമസ സൗകര്യങ്ങളുടെ കുറവല്ല, വസ്ത്രത്തിന്റെ കുറവല്ല. ഈ ഉമ്മത്ത് ഇത്രമേൽ പരിഹാസ്യമായി തീരുന്നതിന്റെ കാരണം തഖ്വയുടെ ഇന്ധനം നമ്മുടെ ശരീരത്തിൽ, ആത്മാവിൽ നിറക്കാൻ സാധിക്കുന്നില്ല എന്നാണ്. ആ ഇന്ധനമാണ് റമദാനിന്റെ മെസ്സേജ്. ആ ഇന്ധനത്തിന്റെ അനുഭവമാണ് വ്രതാനുഷ്ഠാന നിർവഹണം. തഖ്വ എന്ന ഇന്ധനം നിറച്ചു കഴിഞ്ഞാൽ അല്ലാഹ് നമ്മുടെ കൂടെ നിൽക്കും. ഇന്നല്ലാഹ മഅൽ മുത്തഖീൻ, അല്ലാഹു തഖ്വയുള്ളവരുടെ കൂടെയാണ്. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, അല്ലാഹു നമ്മുടെ ദുആ സ്വീകരിക്കണോ, അല്ലാഹു നമ്മോട് അടുപ്പം കാണിക്കണോ, അല്ലാഹു നമ്മുടെ കർമ്മ പദ്ധതികൾ വിജയിപ്പിക്കണമോ? ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, തഖ്വയുള്ളവരിൽ നിന്നാണ് അല്ലാഹു സ്വീകരിക്കുക എന്ന് പറയാൻ നിരാശ വേണ്ട, ആശങ്ക വേണ്ട, അസ്വസ്ഥത വേണ്ട. തഖ്വയിലേക്ക് നോമ്പിലൂടെ, റമദാനിക ജീവിതത്തിലൂടെ തിരിച്ചു നടക്കാൻ ഒരുക്കമുണ്ട് എങ്കിൽ വമൻ യത്തഖില്ല യജ്അൽ ലഹു മഖ്റജ, നമ്മുടെ കുടുംബത്തിലും നമ്മിലും വന്നു ഭവിച്ച എന്തൊക്കെ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും പ്രാരാബ്ദങ്ങളും ഉണ്ടോ അതിനെയെല്ലാം ഓവർകം ചെയ്യാൻ, അതിജീവിക്കാൻ വമൻ യത്തഖില്ല, സൂക്ഷ്മതയുണ്ട് എങ്കിൽ, തഖ്വയുണ്ട് എങ്കിൽ, അല്ലാഹു കാണും, കേൾക്കും, അറിയും, രേഖപ്പെടുത്തും എന്ന നിലയ്ക്ക് തിന്മയോട് മാറി നിൽക്കുവാനും തെറ്റിനോട് തെറ്റി നിൽക്കാനും നന്മയുടെ വഴിയിലേക്ക് തിരിച്ചു നടക്കുവാനുമുള്ള മനസ്സ് പാകപ്പെടുത്തു റമദാനിന്റെ ഒരുക്കത്തിന്റെ ഭാഗമായി എങ്കിൽ തീർച്ചയായും അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാകും. നിങ്ങൾ എന്നെ ഓർക്കുകയാണ് എങ്കിൽ ഫദ്കുറൂനി അദ്കുർക്കും, ഞാൻ നിങ്ങളെയും ഓർക്കുന്നതാണ്. നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെയും ഓർക്കും. വല്ലാഹുവിനെ നമ്മൾ ഓർക്കുന്ന നിമിഷങ്ങൾ, രാവുകൾ, പകലുകൾ, അനുഷ്ഠാന മുറകൾ, അതിലേക്കൊക്കെ കടക്കാനിരിക്കുകയാണ്. കഴിഞ്ഞ മുമ്പത്തെ ഖുത്ബയിൽ പറഞ്ഞതുപോലെ ഇസ്തിഅദാദ് റമദാനിന് വേണ്ടി നടത്തുമ്പോൾ കഴിഞ്ഞ വർഷത്തിലെ റമദാനിലെ വല്ല നോമ്പും വിട്ടുപോയിട്ടുണ്ട് എങ്കിൽ അത് പൂർത്തീകരിക്കണം. അതിന്റെ ഫിദിയ കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്കുകയും ചെയ്യണം. ഈ രൂപത്തിൽ ചിന്തിച്ച് റമദാനിലേക്ക് അങ്ങ് കടക്കുന്നതിന്റെ മുന്നോടിയായി നിർവഹിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. രണ്ടാമത് നമ്മുടെ ബന്ധങ്ങൾ നമ്മൾ നന്നാക്കണം. കുടുംബ ബന്ധങ്ങൾ, രക്തബന്ധങ്ങൾ, വൈവാഹിക ബന്ധങ്ങൾ, വിശ്വാസികൾക്കിടക്കുള്ള ബന്ധങ്ങൾ. തുഫ്തഹു അബ്വാബുൽ ജന്ന ഫിൽ ഇസ്നൈൻ വഫിൽ ഖമീസ് എന്ന ഹദീസിൽ കാണുവാൻ കഴിയും. എല്ലാ വ്യാഴാഴ്ചയും എല്ലാ തിങ്കളാഴ്ചയും സ്വർഗ്ഗ കവാടങ്ങൾ തുറക്കപ്പെടും. ശിർക്ക് ചെയ്യാത്തവരുടെ പാവം പടച്ചറബ് പുറത്തു തരും. പക്ഷേ രണ്ടുപേരുടെ പാപം പടച്ചറബ് പുറത്തു തരികയുമില്ല. മാത്രവുമല്ല അവരുടെ കർമ്മങ്ങൾ പടച്ചറബ് സ്വീകരിക്കുകയുമില്ല. ഹദീസിൽ പറയാം, ഷഹ്നാ, അവർ വൈരാഗ്യമുള്ളവരാണ്, നന്നാവാത്തവരാണ്, ഒന്നാകാത്തവരാണ്. അവർ പരസ്പരം
ഐക്യപ്പെടാത്തവരാണ്, പൊറുത്തുപൊടുത്ത് തെറ്റുകൾ തിരുത്താത്തവരാണ്, മാപ്പ് നൽകാത്തവരാണ്, വിട്ടുവീഴ്ച ചെയ്യാത്തവരാണ്, വിനയം കാണിക്കാത്തവരാണ്. ഹദാനി ഹത്താ യസ്തലിഹ എന്നാണ് ഹദീസ്. അവർ ഒന്നാകുന്നത് വരെ അവരുടെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുകയില്ല എന്ന നിർദ്ദേശം പടച്ചറബ് നന്മകൾ രേഖപ്പെടുത്തുന്ന മലക്കുകൾക്ക് കൊടുക്കുകയാണ്. അവ വാപ്പാനോട് മിണ്ടാതെ, ഉമ്മയോട് നന്നാകാതെ, സ്വന്തം ഒരേ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വന്ന മക്കൾ അരസെന്റിന് വേണ്ടി എന്തെങ്കിലും സാമ്പത്തിക ഇടപാടിന്റെ വിഷയത്തിൽ ബന്ധം വിച്ഛേദിച്ചുകൊണ്ട് നിങ്ങൾ തറാവീഹിന് പങ്കെടുക്കരുത്. പട്ടിണി മാത്രമായി തീരുന്ന നോമ്പ് നിങ്ങൾ നോൽക്കരുത്. കരഞ്ഞ കലങ്ങിയ കണ്ണുകളുമായി പടച്ചറബിലേക്ക് റമളാനിന്റെ ഇരുവകളിൽ നിങ്ങൾ തേടരുത്. അതൊക്കെ വെറുതെയാണ്. ഓട്ടയുള്ള ബക്കറ്റിൽ വെള്ളം നിറക്കുന്നത് പോലെ ആ കർമ്മങ്ങളൊന്നും സ്വീകരിക്കപ്പെടുകയില്ല. അപ്പൊ ആദ്യം വേണ്ടത് റമളാനിലേക്ക് ഒരുങ്ങുമ്പോൾ റമളാൻ വരെ കാത്ത് മാത്രം ഇരിക്കേണ്ടതില്ല. ഏത് സമയത്ത് ഈ ലോകത്തോട് വിട പറഞ്ഞാലും നമ്മുടെ കർമ്മങ്ങൾ പടച്ചറബ് സ്വീകരിക്കണ്ടേ. അതങ്ങനെ പെൻഡിങ്ങിലാക്കിയിട്ട് നിർത്തിക്കഴിഞ്ഞാൽ നന്നാകുന്നത് വരെ അള്ളാഹു അത് സ്വീകരിക്കൂല എന്നുള്ളതാ. റമളാൻ നമുക്ക് കിട്ടുമോ ഇല്ലയോ നമുക്കറിയാനും സാധ്യമല്ല. കോഴിക്കോട് ടൗൺ അടുത്ത് കണ്ടില്ലേ, വാപ്പ മകളെ കോളേജിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുന്നതിനിടക്കാണ് അവിടെ വെച്ച് വളവിൽ നിന്ന് ബൈക്ക് തിരിക്കുമ്പോൾ തൊട്ടടുത്തുള്ള മതിലിനോട് ഇടിച്ച് 15 അടി താഴ്ചയിലേക്ക് വീണ് ആ ഉപ്പയും ആ മകളും മരിച്ചു പിരിഞ്ഞു. നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ചതല്ലേ. ഒരിക്കലും അവരുടെ മനസ്സിന്റെ മനോമുകുരത്തിൽ എവിടെയും ചിന്തിച്ചിട്ടുണ്ടാകൂല, മകളുമായി കൂട്ടി വരുമ്പോൾ ഇന്നെന്റെ അവസാനത്തെ യാത്രയാണ്, ഞങ്ങളുടെ രണ്ടുപേരുടെ മയ്യത്താണ് വീട്ടിലേക്ക് എത്തുക, ജീവസുറ്റ ശരീരം എത്തുകയില്ല എന്ന് വിചാരിക്കൂല. മരണം ഏത് ടൈമിലും നമ്മെ വന്ന് പുൽകാനുള്ളതാണ്. അപ്പോൾ റമളാൻ എത്തി, നന്നാകാം, ഒന്നാകാം, മെച്ചപ്പെടാം, സംസ്കരിക്കാം എന്ന് കാത്തു നിൽക്കണ്ട. റമളാനിന്റെ മുമ്പ് തന്നെ മരിച്ചു പിരിഞ്ഞാലും സ്വർഗം ലഭിക്കാൻ പാകത്തിലായിരിക്കണം നമ്മുടെ ആത്മീയതയും ആത്മബന്ധങ്ങളും എന്ന് മനസ്സിലാക്കുക. അതിനിടക്ക് റമളാൻ പടച്ച റബ്ബിന്റെ തൗഫീഖിനാൽ കിട്ടിക്കഴിഞ്ഞാൽ പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തണം. അതുമായി ബന്ധപ്പെട്ട കർമ്മകാര്യങ്ങളിൽ അങ്ങേയറ്റത്തെ ശ്രദ്ധ നമ്മൾ ചെലുത്തുകയും ചെയ്യണം. ജമാഅത്ത് നമസ്കാരങ്ങൾ, തറാവീഹ് നമസ്കാരങ്ങൾ, നോമ്പിന്റെ നിർബന്ധമായി പാലിക്കേണ്ട മര്യാദകൾ, വിധിവിലക്കുകൾ, റവാത്തിബ് നമസ്കാരങ്ങൾ, ദുആകൾ, അദ്കാറുകൾ, ഇഫ്താർ, സക്കാത്ത്, അതേപോലെ തന്നെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ, അതേപോലെ സഹജീവി സ്നേഹത്തിന്റെ ഷഹ്റുൽ മുവാസാത്തിന്റെ ഇങ്ങനെ വിശുദ്ധ റമളാൻ നമ്മിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ശ്രദ്ധ പതിപ്പിക്കേണ്ട പൊതുജീവിതത്തിന്റെ ഒരുപാട് നന്മകളുണ്ട്. പക്ഷേ അതിനെ കാത്തിരിക്കാതെ തന്നെ നന്നാകുമെന്ന മനസ്സാണ് ഈ സമയത്ത് ഈ ഖുതുബയിലൂടെ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ടത്. അപ്പൊ അള്ളാഹു നമ്മുടെ തയ്യാറെടുപ്പ് അങ്ങേയറ്റം ആത്മാർത്ഥതയുള്ളതാണ് എന്ന് തിരിച്ചറിയുകയും വിശുദ്ധ റമളാനിലേക്ക് എത്തുന്നതിന് വേണ്ടി ആയുസ് ദൈർഘ്യവും ആരോഗ്യവും ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിജ്റ വർഷത്തിലെ 9-ാം മാസം പരിശുദ്ധ റമളാൻ ഖുർആനിന്റെ അവതരണം കൊണ്ട് ധന്യമായ മാസത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള മഹാഭാഗ്യം നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ഇലൽ ഇസ്ലാം وهو الذي أكرمنا بالقرآن الكريم وهو الذي أسعدنا بالسنة المطهرة والصلاة والسلام على رسوله الكريم القائل من صام رمضان إيمانا واحتسابا غفر له ما تقدم من ذنبه. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, പടച്ച റബ്ബിന്റെ വിധിവിലക്കുകൾ പ്രത്യേക സമയ സന്ദർഭ സ്ഥലകാല മാസ വർഷ വ്യത്യാസമില്ലാതെ ജീവിതത്തിന്റെ സർവ്വരഹസ്യ പരസ്യ സന്ദർഭങ്ങളിലും സർവതല സ്പർശിയായി സർവശക്തനായ പടച്ച റബ്ബിന്റെ വിധിവിലക്കുകൾക്ക് വഴിപ്പെട്ട് ജീവിക്കുന്ന വിധേയപ്പെടുന്ന വിശ്വാസികളിൽ ഉൾപ്പെടുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ, സ്വീകരിക്കുമാറാകട്ടെ. നാളെ ഫെബ്രുവരി 14. മുതിർന്ന ആളുകൾക്ക് ചിലപ്പോൾ ശ്രദ്ധ ഉണ്ടാകണമെന്നില്ല, ചർച്ച ചെയ്യണമെന്നില്ല. പക്ഷേ ആൽഫ ജനറേഷൻ, പുതിയ കാല ക്യാമ്പസ്, സോഷ്യൽ മീഡിയ നെറ്റ്വർക്കുകളിൽ അതിപ്രസര അതിവേഗത്തിൽ ചർച്ചയ്ക്ക് വിധേയമാകുന്ന ഒരു ദിനമാണ് ഫെബ്രുവരി 4 എന്ന് പറയുന്നത്. വാലന്റൈൻസ് ഡേ ആണ്, പ്രണയ ദിനമാണ്. പ്രണയത്തിൻ്റെ വലിയ കൂരാക്കുടുക്കുകളിലേക്ക് മുങ്ങിത്താഴാൻ സാധ്യതയുള്ള, തുടക്കമിടാൻ സാധ്യതയുള്ള ദിനമാണത്. നമ്മുടെ മക്കളെ ഭക്ഷണം കഴിപ്പിച്ച് അല്ലെങ്കിൽ വസ്ത്രം ധരിപ്പിച്ച് അതിനുള്ള സൗകര്യം ചെയ്തു കൊടുത്ത് ഫീസ് നൽകി സ്ഥാപനം ഒരുക്കി വിടുന്നത് എന്തിനു വേണ്ടിയാ, ആർക്ക് വേണ്ടിയാ, എങ്ങനെ എന്ത് പഠിക്കാൻ വേണ്ടിയാ എന്നതിനെക്കുറിച്ച് രക്ഷിതാക്കൾ ആലോചിക്കേണ്ട കാലവും ദിനവുമാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച യൂണിവേഴ്സിറ്റിയിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. വൈഫിൻ്റെ കോഴ്സുമായി ബന്ധപ്പെട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങുന്നതിന് വേണ്ടി, അപേക്ഷിക്കുന്നതിന് വേണ്ടി അവിടെ ചെന്ന് കാറ് നിർത്തി പുറത്തിറങ്ങിയപ്പോൾ പട്ടാപ്പകൽ പച്ച വെളിച്ചത്തിൽ 2 ആളുകളിരുന്ന്, തലയിൽ ഷാളുണ്ട്. അപ്പോൾ ആ ഷാൾ കൊണ്ട് ഒരു മുസ്ലിം പെൺകുട്ടിയാണ് എന്ന് മനസ്സിലാക്കി ഒരുത്തൻ്റെ മടിയിലേക്ക്, പിന്നെ അവളുടെ മടിയിലേക്ക് ഒരുത്തൻ തല വെച്ച് കിടക്കുകയാണ്. ഇവളങ്ങനെ വാർന്നു കൊടുക്കുകയാണ്, തല വാരുകയാണ്.
ആലോചിച്ച് നോക്കൂ, റൊമാൻറ്റിക് അറ്റ്മോസ്ഫിയറുകൾ പട്ടാപ്പകൽ സൃഷ്ടിക്കപ്പെടുന്ന രംഗങ്ങൾ. ഇല്ലം തസ്തഹി ഫസ്ന മാ ശിഅത, ലജ്ജയില്ലെങ്കിൽ, കുറവില്ലെങ്കിൽ, മനുഷ്യർ കാണുമെന്ന ബോധമില്ലെങ്കിൽ, കന്നുകാലികളെക്കാൾ മനുഷ്യൻ അതപ്പതിക്കുന്ന രംഗങ്ങൾ ക്യാമ്പസുകളിലും പല യാത്രകളിലും കണ്ടുവരാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായിട്ടുണ്ട്. മണിയറയിൽ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ചെയ്യുന്ന കാര്യങ്ങളുടെ പലതും ഇപ്പോൾ ക്യാമ്പസുകളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നമ്മുടെ പെൺമക്കളെ ക്യാമ്പസിലേക്ക് അയക്കുന്നത് ഇതിനു വേണ്ടിയാണോ? അവർ ക്യാമ്പസിലെത്തിയാൽ ചെയ്യുന്നത് എന്താണ്? അവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എന്താണ്? സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുടെ അവസ്ഥ എന്താണ്? വാപ്പാക്ക് വാങ്ങി, ഉമ്മാക്ക് വാങ്ങി, അത് വാങ്ങി ഒന്ന് നോക്കാനുള്ള കെൽപ്പുണ്ടോ, തൻ്റെ ഇടമുണ്ടോ, തർബിയത്തുണ്ടോ, ഉത്തരവാദിത്ത ബോധമുണ്ടോ, രക്ഷിതാക്കളായി തീരുന്നുണ്ടോ? അതല്ല മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് വേണ്ട പേനയും ബുക്കും ഫീസും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുകയും ആത്മീയ ധാർമ്മിക സദാചാര ലൈംഗിക വിശുദ്ധിയുടെ ശിക്ഷണത്തിൽ ഒന്നും ചെയ്യാതിരിക്കുകയും ചെയ്താൽ അവസാനം ആ പെൺമക്കളും ആൺമക്കളും എന്തായി തീരുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. പലതും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആലിംഗനം ചെയ്യുന്നവരുണ്ട്, കൈ കൊടുക്കുന്നവരുണ്ട്, ചുംബിക്കുന്നവരുണ്ട്, പലതും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രണയത്തിന്റെ പേര് പറഞ്ഞ്, പ്രണയ ദിനത്തിന്റെ പേര് പറഞ്ഞ്. എങ്കിൽ പ്രവാചകനെ പരിചയപ്പെടുത്തട്ടെ, പ്രവാചകന്റെ നടപടിക്രമം പങ്കുവെക്കട്ടെ. ഇത് നിങ്ങൾ നിങ്ങളുടെ മക്കളോട് പറയണം. പ്രായപൂർത്തിയെത്തിയ മക്കളെ വിളിച്ച് വസിയത്ത് പറയണം. നമ്മൾ മുസ്ലിമീങ്ങളാണ്, വി ഹാവ് ഇസ്ലാമിക് കൾച്ചർ, നമുക്ക് ഇസ്ലാമിക് കൾച്ചർ ഉണ്ട്. പ്രവാചകനാണ് നമ്മുടെ ഗുരുനാഥൻ. അതിനേക്കാളും വലിയൊരു ഗുരുനാഥനെ ഈ ലോകത്ത് ഒരാളും പരിചയപ്പെട്ടിട്ടില്ല. പ്രവാചകൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു പെണ്ണിന് ഹസ്തദാനം കൊടുത്തിട്ടില്ല, ഒരു പെണ്ണിന്റെ കൈ സ്പർശിച്ചിട്ടില്ല. പ്രവാചകൻ പറയുക, ഇന്നീല ഉസാഫിഹുൻ നിസാ, ഞാൻ സ്ത്രീകൾക്ക് ഷെയ്ക്കാൻഡ് കൊടുക്കാറില്ല എന്ന്. പ്രണയദിനത്തിലും അതല്ലാത്ത റൊമാൻറ്റിക് പ്രണയരംഗങ്ങളിലും നോർമലായി കാണപ്പെടുന്നതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്പർശിക്കുക എന്നത്. ആ സ്പർശിക്കുന്നതിനെ കുറിച്ചായി പറഞ്ഞത്. ആരെങ്കിലും അങ്ങനെ സ്പർശിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഗൗരവം എത്രയാണ്. അനുവദിക്കപ്പെടാത്ത ഒരു പെണ്ണിന്, ഒരു പെൺകുട്ടിയെ അവൻ സ്പർശിക്കുകയാണ് എങ്കിൽ ആ സ്പർശിക്കുന്നതിനേക്കാൾ അവനക്ക് നല്ലത് ഒരു ഇരുമ്പിന്റെ ആണിയെടുത്തുകൊണ്ട് അവന്റെ തലയിൽ അവൻ തറച്ചുകൊള്ളട്ടെ. ഹദീസിന്റെ അർത്ഥം, ഒരു ആണിയെടുത്ത് തലയിൽ തറക്കട്ടെ, അതാണ് അവനക്ക് ഉത്തമം. ഒരു പെണ്ണിനെ സ്പർശിക്കുന്നതിനേക്കാൾ അനുവദിക്കപ്പെടാത്ത പെണ്ണിനെ. സഹോദരിക്ക് സലാം കൊടുക്കൂല, ഭാര്യക്ക് സലാം കൊടുക്കൂല, എന്നാൽ സ്പർശിക്കുന്നത് എവിടെയായിട്ടാണ്, എവിടെ പോയിട്ടാണ് എന്ന് ആലോചിക്കേണ്ടതുണ്ട്. ആ പ്രണയം, അതിന്റെ മുന്നോടിയായുള്ള നടപടിക്രമങ്ങൾ, ഇതൊന്നും ഇസ്ലാമിക ഉമ്മത്തിന് പാടില്ല തന്നെ. ഹറാമിലേക്ക്, നിഷിദ്ധത്തിലേക്ക്, വ്യഭിചാരത്തിലേക്ക് നയിക്കുന്ന ഒന്നും പാടില്ല. വലിയ അറിയാതെ, രക്ഷിതാക്കൾ അറിയാതെ വിവാഹം തന്നെ ഇല്ല. വിവാഹം എന്ന് പറയുന്നത് രണ്ടാളുകൾ തമ്മിൽ ഏതെങ്കിലും രജിസ്ട്രാർ ഓഫീസിൽ പോയി പ്രണയത്തിന്റെ സാഫല്യം, പൂമൊട്ടുകൾ വിടർന്ന പൂക്കളും പൂന്തോട്ടവുമായി മാറുന്ന രംഗമല്ല. അതൊക്കെ മൈ ബോഡീസ് മൈ ചോയ്സിൽ പറയാൻ കഴിയും, പിന്നെ ഒന്നുമല്ലാതെ ഒടുങ്ങുകയും ചെയ്യും. അതേ സമയത്ത് വലിയകളുടെയും അന്വേഷണത്തിന്റെയും അടിസ്ഥാനത്തിൽ നടക്കപ്പെടുന്ന വിവാഹങ്ങളിലെ ആ പന്തലുകളിൽ രാജ്ഞിയും രാജാവുമാണ് പുതിയാപ്പിളയും പുതിയണ്ണും എന്ന് പറയുന്നത്. എന്നാൽ ഇരു കുടുംബങ്ങളും അറിയാത്ത വിധത്തിൽ രണ്ടാളുകൾ ഒന്നാകുമ്പോൾ മനസ്സിൽ ഉടലെടുക്കുന്ന അങ്ങേയറ്റത്തെ അസ്വസ്ഥത, ആകാംക്ഷ മനസ്സാക്ഷിക്കുത്തുണ്ട് എങ്കിൽ എത്രമേൽ പ്രയാസങ്ങൾ അവിടെ മുതൽ തുടർന്നങ്ങോട്ട് ഉണ്ടാകുമെന്ന് ആലോചിക്കുക. അവ രണ്ടാളുകൾ ഒന്നാകുന്നത് മാത്രമല്ല, വിവാഹം രണ്ട് കുടുംബങ്ങൾ ഒന്നായി തീരുന്നതിനാണ് ഇസ്ലാമിൽ വിവാഹം എന്ന് പറയുന്നത്. മാത്രവുമല്ല, വിവാഹത്തിന്റെ മുമ്പേ രഹസ്യ വേഴ്ചകളിലും രഹസ്യ ബന്ധങ്ങളിലും രഹസ്യ കാമുകന്മാരെ സൃഷ്ടിച്ചെടുക്കലുമൊന്നും ഒരു മുസ്ലിമിന് പാടില്ല തന്നെ. വിശുദ്ധ ഖുർആൻ 4-ാം അധ്യായം സൂറത്തുൻ നിസായിലെ 25-ാമത്തെ ആയത്ത് മക്കളെ ഓതിക്കേൾപ്പിക്കണം. റമദാനാണ് വരുന്നത്, ഖുർആൻ അവതരിക്കപ്പെട്ട മാസമാണ്. ഇതൊക്കെ അള്ളാന്റെ കലാമിലുണ്ട്. റമദാനിൽ മാത്രമല്ല, ഇന്നെടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 4-ാം അധ്യായം സൂറത്തുൻ നിസായിലെ 25-ാമത്തെ ആയത്തിൽ പല വിധിവിലക്കുകളും കൈമാറുന്നിടത്ത് ഒരു പ്രയോഗമുണ്ട്. വലാ മുത്തഖിദാതി അഖ്ദാൻ, രഹസ്യബന്ധങ്ങളെ, കാമബന്ധങ്ങളെ, കാമുകിമാരെ സ്ഥിരീകരിക്കാത്തവരാണ് അവർ എന്നാണ്. അതേപോലെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 5-ാമത്തെ ആയത്തിൽ വലാ മുത്തഖിദി അഖ്ദാൻ എന്ന് പറയാ, രഹസ്യമായി സ്ത്രീകളുമായി അനധികൃതമായി ബന്ധമുണ്ടാക്കാത്തവരാണ്. അവ അങ്ങോട്ടും ഇങ്ങോട്ടും കാമുകിയും കാമുകന്മാരുമായി തീരുക എന്നത് വിശ്വാസികളാണ് എങ്കിൽ, ഇസ്ലാമിക കുടുംബമാണ് എങ്കിൽ, പ്രവാചകൻ അംഗീകരിച്ച് അനുധാവനം ചെയ്യുന്നു എങ്കിൽ, വിശുദ്ധ ഖുർആനിന്റെ അനുയായികളാണ്, ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നു എന്ന് അവകാശപ്പെടുന്നു എങ്കിൽ ഒരിക്കലും പാടില്ല തന്നെ. പല കല്യാണ ആലോചനകളും നടക്കുമ്പോൾ പിന്നീട് നമ്മൾ കേൾക്കുകയാണ്,
ഉത്തരവാദിത്തപ്പെട്ട കുടുംബങ്ങളിൽ നിന്നടക്കം ദീനുണ്ട് എന്ന് വിചാരിക്കുന്നവരിലടക്കം അവർക്ക് വേറൊരു അഫെയർ ഉണ്ടത്രേ. അതുകൊണ്ടാണ് അവൾ സമ്മതിക്കാത്തത്, അവൻ സമ്മതിക്കാത്തത് എന്ന് പറയാ. ഈ അഫെയർ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിൽ പലതും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നല്ലേ. സ്പർശനം നടക്കാം, ഒറ്റക്ക് സംസാരങ്ങൾ നടക്കാം, ആണും പെണ്ണും തനിച്ചാകുമ്പോൾ മൂന്നാമതായി അവിടെ പിശാച് വരികയാണ് എന്ന്. വലാ തഖറബുസ് സിനാ, നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുക്കരുത് എന്നാണ്. വ്യഭിചാരത്തിന്റെ മതം വിലക്കിയ ഒരു സ്റ്റെപ്പും എൻ്റെ മകളോ മകനോ ഹോസ്റ്റൽ ജീവിതത്തിലോ യാത്രയിലോ കലാലയങ്ങളിലോ സാമൂഹിക രംഗങ്ങളിലോ ഒരിക്കലും അവർ അവിടെ ഉണ്ടാവുകയില്ല എന്ന ഉറപ്പുവരുത്തലാണ് പുതിയ കാല പാരന്റിങ്ങിൽ രക്ഷിതാക്കൾ ഈ കാലത്ത് നിർവഹിക്കേണ്ടത് എന്ന് ഈ ദിനത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലൈംഗിക ആഭാസങ്ങളിൽ നിന്ന്, അത്തരത്തിലുള്ള തിന്മകളിൽ നിന്ന് പാടെ മാറി നിൽക്കുവാനുള്ള ധർമ്മനിഷ്ഠ നമുക്കും നമ്മുടെ മക്കൾക്കുമൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിന്റെയും സഹിയായ ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ വിശ്വാസവും അനുഷ്ഠാനവും സദാചാരവും ധർമ്മബോധവും വിധിവിലക്കുകളും ഒക്കെ പഠിച്ചെടുത്ത് പകർത്തുവാനുള്ള സന്മനസ്സും സന്മാർഗവും അള്ളാഹു നമുക്ക് അവർക്കും നിലനിർത്തി തരുമാറാകട്ടെ. അള്ളാഹുവെ, ആത്മീയതയുടെ അന്തസ്സിൽ ഇഹലോകത്ത് ക്ഷേമപൂർണമായ ജീവിതവും പരലോകത്ത് സ്വർഗമെന്ന മോക്ഷവും നേടിയെടുക്കാൻ വിവേകവും ബുദ്ധിയും കാണിക്കുന്ന ഉത്ബുദ്ധരിൽ ഞങ്ങളെ നീ ചേർക്കണമേ നാഥ. അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചു പോയ അപാകതകളെ, തെറ്റുകുറ്റങ്ങളെ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരയണമേ റബ്ബേ. അള്ളാഹുവെ, ഞങ്ങളുടെ ഹലാലായ ആഗ്രഹങ്ങളെ, ആവശ്യങ്ങളെ, ശമനത്തെ അള്ളാഹുവെ നീ നൽകണമേ റബ്ബേ. റബ്ബേ, ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന, വേണ്ടപ്പെട്ടവർക്ക് നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചികിത്സകൾ നീ ഫലപ്രദമാക്കി തീർക്കണമേ നാഥ. ഒരുപാട് ആളുകൾ രോഗവിഷയത്തിൽ പ്രാർത്ഥനയ്ക്ക് വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. പല ഹോസ്പിറ്റലുകളിലായി പല ചികിത്സകളിലൂടെ കടന്നു പോവുകയാണ്. അള്ളാഹുവെ, അൻത ഷാഫി, നീയാണ് ശമനം നൽകുന്നവൻ. ലാ ഷിഫാ ഇല്ലാ ഷിഫാഉക, നീ നൽകുന്ന ശമനമല്ലാതെ മറ്റൊരു ശമനവുമില്ല. അതിന്റെ ഭൗതിക കാര്യകാരണങ്ങൾ മാത്രമേ ഞങ്ങൾക്ക് നിർവഹിക്കാൻ സാധ്യമുള്ളൂ. അള്ളാഹുവെ, നീ പൂർണ്ണമായ ശമനം പ്രദാനം ചെയ്യണമേ നാഥ. മരുന്ന് പോലുമില്ലാത്ത വലിയ അസുഖങ്ങളെ തൊട്ട് ഞങ്ങൾക്ക് നീ സംരക്ഷണം നൽകണമേ റബ്ബേ. ആഫിയത്തോടെ, ആരോഗ്യത്തോടെ, ആയുസ് ദൈർഘ്യത്തോടെ വരാനിരിക്കുന്ന റമളാനിലേക്ക് പ്രവേശിക്കുവാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്കും കുടുംബത്തിനും ഞങ്ങൾക്ക് നീ നൽകണമേ നാഥ. അള്ളാഹുവേ, ഈ കാലത്ത്, ഈ സമയത്ത് പടച്ചറബ്ബെ, അനുഗ്രഹീത മാസത്തിന്റെ തൊട്ട് ദിനങ്ങളിലായിക്കൊണ്ട് വലിയ പ്രയാസ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്ന ജനതതികൾ, സമൂഹങ്ങൾ, അഭയാർത്ഥികൾ, പലസ്തീനുകൾ, ഗസ്സയിലെ മനുഷ്യർ, അള്ളാഹുവേ, അവർക്കെല്ലാം നീ സമാധാനവും സ്ഥൈര്യവും നൽകണമേ നാഥ. ഈ സമാഗതമാകുന്ന റമളാനിനെ ഇസ്ലാമിക ഉമ്മത്തിന്റെ പ്രതീക്ഷയുടെ റമളാനാക്കി തീർക്കണമേ റബ്ബേ. തൗഹീദിലേക്കും തവക്കുലിലേക്കും തസ്ഗിയത്തിലേക്കും തർബിയത്തിലേക്കും ഒക്കെ തിരിഞ്ഞു നടക്കുന്ന റമളാനാക്കി തീർക്കണമേ നാഥ. വിശുദ്ധ ഖുർആനിന്റെ ജീവിക്കുന്ന പതിപ്പുകളായി മാറുവാനുള്ള ആരാധന അനുഷ്ഠാന ബന്ധിതമായ ആസൂത്രണം നടത്തുവാൻ അള്ളാഹുവെ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ റബ്ബേ. ഹൃദയ വിശുദ്ധിയോടെ, മെറ്റീരിയലിസ്റ്റിക്കായി വീടും സംവിധാനങ്ങളും വൃത്തിയാക്കുന്നതിലുപരി ഹൃദയത്തെ വിശുദ്ധി കൈവരിച്ചുകൊണ്ട് വിശുദ്ധ റമളാനിനെ സ്വാഗതം ചെയ്യുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ നാഥ. മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്ത് നൽകണമേ റബ്ബേ. അല്ലാഹുമ്മ മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്.